ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ ചിന്തകൾ എന്തെല്ലാമാണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് ഉള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങളായിട്ട് തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അറിയാതെ തന്നെ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യെസ്, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ അവരെ ലൈഫിൽ നിന്നും നഷ്ടമായി പോകുമെന്നുള്ളൊരു ചിന്ത അവർക്ക് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിന് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഇത്രയും നാളും വളരെ കംഫർട്ടായിട്ട് ഇപ്പോൾ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അവർ ലൈഫിൽ ഫോക്കസ് ചെയ്തൊക്കെ പോകുന്നൊരു ടൈമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അവർ ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് ഉണ്ടായിരുന്ന സന്തോഷങ്ങളെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പോഴേക്കും ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ നഷ്ടമായി പോയിരുന്നു. ഇപ്പോഴാണ് അവർ ആ ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നത്, അവരുടെ ലൈഫിന് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായത്. ഓക്കെ, ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അവർ ചിന്തിക്കുന്നതും ഈ ഒരു സ്പിരിച്വൽ യൂണിയൻ ആണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളോടുള്ള പ്രണയം ഇപ്പോഴും അവരുടെ മനസ്സിൽ നല്ല ഒരു സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് യെസ്, ഇപ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടമായി പോയി എന്നുള്ളൊരു ഫീലിംഗ് വളരെ വളരെ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അവർ വേണ്ട സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയം അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളോട് വീണ്ടും ഒന്നിച്ച് ചേരണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഏതൊരു പാത്ത് ചൂസ് ചെയ്താണ് നിങ്ങളുടെ അരികിലേക്ക് വരേണ്ടത് എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നുണ്ട്. യെസ്, അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിനോട് അവർ പൊരുതേണ്ടി വന്നിരുന്ന സാഹചര്യങ്ങളോടൊക്കെ അവർ മുന്നോട്ട് പോയ സമയത്ത് അവർക്ക് മനഃപൂർവ്വമായിട്ട് തന്നെ അവഗണിക്കേണ്ടി വന്നിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ റിലേഷൻഷിപ്പ് നഷ്ടമായി പോയി, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി, നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നെല്ലാമുള്ള ഒരു അവേക്കനിങ് അവർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ ചേഞ്ച് ആവുന്നുണ്ടാവാം. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഒരിക്കലും മാറി പോവാൻ സാധിക്കില്ല എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ടുള്ള സമയത്ത് നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലാവണം, ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ ഒരിക്കലും മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയ പോലുള്ളൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവരുടെ ആ ഒരു സന്തോഷം അവർക്ക് ഇപ്പോൾ ഇല്ല. ഇവർ എന്ത് കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുത്താൽ പോലും നിങ്ങളില്ലാത്ത ആ ഒരു സ്പേസ് അവർക്ക് എപ്പോഴും ശൂന്യതയായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. ആ ഒരു സ്പേസിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണമെന്ന് ഇപ്പോൾ അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവര് നിങ്ങളോട് ഒന്നിച്ച് ചേരണമെന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവര് ചിന്തിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് അവരിപ്പോ അന്വേഷിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു ഹൃദയബന്ധം, അല്ലെങ്കിൽ ആ പ്രണയബന്ധം പുനരാവിഷ്കരിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്.
ഓക്കെ. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പല തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ വ്യക്തിയിൽ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാകണമെന്ന് നിങ്ങളായിട്ട് ഒരുപാട് തവണ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവണം. പക്ഷെ നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ വ്യക്തിയെ മറക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല. ഈവൻ ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം നിങ്ങളുടെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷെ നിങ്ങളായിട്ട് തന്നെ ഇപ്പോ ഈ വ്യക്തിയെ കൂടുതലായിട്ട് ശല്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ വ്യക്തിയെ ചേസ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഓക്കെ. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങള്. അത്രമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ ഈ വ്യക്തി ഇപ്പോ അത്തരം കാര്യങ്ങള് അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെ നഷ്ടമായി പോയതിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഒരു ഇമോഷണൽ ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവാണ്. ഓക്കെ. ഡെഫിനറ്റ്ലി അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വീണ്ടും ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ നിങ്ങളോട് കോണ്ടാക്റ്റിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ആൻഡ് യെസ്, ഇനിയും ഈ ഒറ്റപ്പെടലില് അവര് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവരുടെ ലൈഫിലുള്ള മറ്റു കാര്യങ്ങളിലൊന്നും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത്. യെസ്, അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് തന്നെ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം, സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് ഇതിനെ മാറ്റണം എന്നവർ ചിന്തിക്കുകയാണ്. അവർ ഡിസിഷൻ എടുക്കുകയാണ്. മൂവ്മെന്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ്. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിൽ നിന്നും വ്യക്തമാവുന്നത് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ്. അതായത് എന്ത് ഡിസിഷൻ ആണ് എടുക്കേണ്ടത് എന്ന് അവർ ചിന്തിക്കുകയാണ്. പക്ഷെ അവർ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്ന് മാറുന്നതാണ്. അവർ തീർച്ചയായിട്ടും ഒരു ഉറച്ച തീരുമാനം ഈ റിലേഷൻഷിപ്പിൽ എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഓക്കെ. അവർ ആ ഒരു കാര്യം തന്നെയാണ് അവരുടെ ലൈഫിൽ കൂടുതലായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നത്, കാണുന്നുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കും. അതിനായിട്ടുള്ളൊരു മൂവ്മെന്റ്, ഒരു ചോയ്സ് അവർ എടുക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട്. ഓക്കെ.